നമസ്കാരം. വെൽക്കം ടു ടാരോ ആൻഡ് സ്പിരിച്വാലിറ്റി വിത്ത് അഖില. ഇന്ന് നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് നമുക്ക് ടാരോയിലൂടെ നോക്കാം. എന്നിട്ട് റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് 3 കാർഡുകൾ ഞാനിവിടെ എടുക്കുന്നതായിരിക്കും. ഇതിൽ ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ ഇന്നത്തെ എനർജി ആയിരിക്കും. സെക്കൻഡ് കാർഡ് അതിനുള്ള ഗൈഡൻസ്. ദെൻ തേർഡ് കാർഡ് നിങ്ങളുടെ ഔട്ട്പുട്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. റിസൾട്ട് എന്തായിരിക്കുമെന്ന് നോക്കാം. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി. ദെൻ നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ദെൻ ആഫ്റ്റർ ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കുള്ള റിസൾട്ട്. നമുക്ക് നിങ്ങളുടെ എനർജി ഇന്ന് എന്താണെന്ന് നോക്കാം. 10 ഓഫ് വാൻസ് ആണ്. സോ നിങ്ങൾ ഇന്ന് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇന്ന് കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒരുപാട് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒന്നിച്ച് ഇന്ന് എടുക്കേണ്ട ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ടെൻഷനിലൊക്കെയാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. ഭയങ്കര ഹെവി എനർജി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ഭാരം എടുക്കുന്നതിൻ്റെ ഒരു കാർഡാണ്. മേ ബി നിങ്ങളുടെ എല്ലാത്ത റെസ്പോൺസിബിലിറ്റീസും കൂടി നിങ്ങൾക്ക് ഇന്ന് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഗൈഡൻസ് എന്ന് നോക്കാം. 7 ഓഫ് സോർട്സ് എനർജിയാണ് കാണുന്നത്. മേ ബി ഈ റെസ്പോൺസിബിലിറ്റീസ് ഇത്രയും ഹെവി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാവാം. അല്ലെങ്കിൽ ഇത്രയും ഓവർ ബേർഡൻ നിങ്ങളുടെ ഹെഡിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റു ചില ആളുകളുടെ ഇടപെടലുകൾ കൊണ്ടാവാം. മറ്റു ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് കൊണ്ട് ആവാം നിങ്ങൾക്ക് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതൊരു ചീറ്റിംഗ് എനർജിയാണ്. 7 ഓഫ് സോർട്സ് എന്ന് വെച്ചാൽ സംതിങ് ഹാപ്പൻ ബിഹൈൻഡ് യു വിത്തൗട്ട് നോയിങ്. നിങ്ങളുടെ അവയർനെസ്സില്ല, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പുറകിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്ര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളവരെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുറച്ച് ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ റീസൺ മറ്റുള്ളവർ ചിലപ്പോൾ അവരുടെ ജോലിഭാരം നിങ്ങളിലേക്ക് ഇട്ട് തരുന്നതുകൊണ്ടാവാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്പമുള്ളവരെ ഒന്ന് വീക്ഷിക്കുക, ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറക്കപ്പെടുകയും ഹൈഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒരു ജോലി എന്നുള്ള രീതിയിൽ മാത്രമല്ല, ജോലിഭാരം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇവിടെ ചില ബന്ധങ്ങളിലും ചില ബുദ്ധിമുട്ടുകൾ ഡിഫിക്കൽട്ടീസ് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് റിലേറ്റഡും ഹെവിനെസ് ഫീൽ ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഓവർ ബേർഡൻ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതെല്ലാം നിങ്ങളിലേക്ക് മറ്റു ചിലർ നിങ്ങൾ അറിയാതെ ചില മാനിപ്പുലേഷൻ നിങ്ങളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാവാം. ഇതൊരു മാനിപ്പുലേഷന്റെ കാർഡാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്ന് വെച്ചാൽ കൂടെ ഉള്ളവരെ ശ്രദ്ധിക്കുക, ബ്ലൈൻഡ് ആയിട്ട് ആരെയും വിശ്വസിക്കാതിരിക്കുക. ഒരു മാനിപ്പുലേഷൻ എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഇന്നത്തെ ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന എല്ലാ എനർജിയും അല്ലെങ്കിൽ എല്ലാ ആളുകളും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാതിരിക്കുക. ഒന്ന് തിങ്ക് ചെയ്തതിന് ശേഷം, കാര്യങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഇന്നത്തെ ഓരോ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അബണ്ടൻസ് ആണ്. ഇപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ
നിങ്ങൾ നിങ്ങളുടെ കൊളീഗ്സിനെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരികളെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് എന്തുകൊണ്ട് നിങ്ങളിലേക്ക് ഇത്ര ഭാരം വരുന്നു എന്നുള്ളത് നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യുക, ശ്രദ്ധിക്കുക. ചില മാനിപ്പുലേഷൻസ് എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിൽ ഹിഡൻ ആയിട്ട് നിങ്ങളിൽ അറിയാതെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അപ്പൊ അത് ശ്രദ്ധിക്കാനായിട്ട്, അത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ നിങ്ങൾ അതൊന്ന് ഒരു ശ്രദ്ധ വെക്കുക. അപ്പൊ ആ ശ്രദ്ധ വെക്കുമ്പോൾ തന്നെ നിങ്ങളിൽ മാറ്റങ്ങൾ വരും, നിങ്ങളുടെ ഡിഫിക്കൽട്ടീസ് കുറയും. നിങ്ങൾക്ക് 10 ഓഫ് പെന്റിക്കിൾസ് ആണ്, 10 ഓഫ് വാൺസിൽ നിന്ന് 10 ഓഫ് പെന്റിക്കിൾസ് എനർജിയിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ 10 ഓഫ് പെന്റിക്കിൾ എന്ന് വെച്ചാൽ ഹാപ്പിനെസ് ആണ്, ഫിനാൻഷ്യലി ഒരു അതായത് ഫിനാൻഷ്യലി ഇംപ്രൂവ് ആവുന്ന ഒരു കാർഡാണ് ഇത് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ഇംപ്രൂവ് ആവും എന്നുള്ളതാണ് കാണുന്നത്. നമ്മുടെ ഇടയിലുള്ള ആളുകളെ ഒന്ന് ശ്രദ്ധിക്കുക, ബ്ലൈൻഡ് ആയിട്ട് എല്ലാം വിശ്വസിക്കാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ടാരോ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് കാര്യങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ടാരോ തരുന്ന ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അതായത് നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഈ ടാരോ റിലേറ്റഡ്, നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും സബ്ജക്റ്റ്, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കളക്റ്റീവ് റീഡിംഗ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ആൻസറും ഗൈഡൻസും ആ ടോപ്പിക്ക് ആ റീഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.